IPL-ൽ KKR-നെതിരെ മുംബൈ ഇന്ത്യൻസിന് റെക്കോർഡ് വിജയം. KKR-ന്റെ 221 റൺസ് പിന്തുടർന്ന മുംബൈ അനായാസമായി തന്നെ കളി പിടിച്ചെടുത്തു. IPL-ൽ മുംബൈയുടെ റെക്കോർഡ് റൺ ചേസാണിത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത മികച്ച കൂട്ടുകെട്ടിലൂടെയാണ് വലിയ സ്കോറിൽ എത്തിയത്. KKR-ന്റെ ഓപ്പണർമാരായ ക്യാപ്റ്റൻ രഹാനെയും ഫിൻ അലനും തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കുകയായിരുന്നു. 17 ബോളിൽ 37 റൺസെടുത്ത അലൻ ഔട്ടാകുമ്പോഴേക്കും സ്കോർ 5.2 ഓവറിൽ 69-ലെത്തിയിരുന്നു. ഷാർദുൽ താക്കൂറിന്റെ ബോളിൽ തിലക് വർമ്മയ്ക്ക് ക്യാച്ച് നൽകിയായിരുന്നു മടക്കം. ഒരു വിക്കറ്റ് പോയെങ്കിലും ക്യാപ്റ്റൻ രഹാനെ സ്കോർ ചെയ്യാൻ മടിച്ചില്ല. വൺ ഡൗണായി ഇറങ്ങിയ ഗ്രീനിനെ കൂട്ടുപിടിച്ച് രഹാനെ സ്കോറിംഗ് വേഗം കൂട്ടി. എന്നാൽ 9 ഓവറിൽ വീണ്ടും ഷാർദുൽ താക്കൂറിന്റെ പ്രഹരം KKR-ന് ഏൽക്കേണ്ടി വന്നു. മികച്ച തുടക്കം തുടങ്ങിയ ഗ്രീനിനെയാണ് ഇത്തവണ പുറത്താക്കിയത്. 10 ബോളിൽ 18 റൺസെടുത്ത ഗ്രീനിനെ റുദർഫോർഡിന് ക്യാച്ച് നൽകിയാണ് മടക്കിയത്. ഗ്രീൻ ഔട്ടാവുമ്പോഴേക്കും സ്കോർ 100 കടന്നിരുന്നു. യുവതാരം അൻഗ്രിഷ് രഘുവൻഷിയും കൂടെ വന്നതോടെ സ്കോർ മുന്നോട്ട് നീങ്ങി. ഇതിനിടെ സ്കോറിംഗ് വേഗം കൂട്ടുന്നതിനിടെ അർദ്ധ സെഞ്ചുറി നേടിയ രഹാനെയെ ഷാർദുൽ താക്കൂർ വീഴ്ത്തി. 40 ബോളിൽ 67 റൺസ് നേടിയ രഹാനെ ഹർദിക്കിന് ക്യാച്ച് നൽകുമ്പോൾ സ്കോർ 145 എത്തിയിരുന്നു. എടുത്തു പറയേണ്ടത് ഷാർദുൽ താക്കൂറിന്റെ ബോളിംഗ് ആയിരുന്നു. ടോപ്പ് ഓർഡറിലെ 3 പേരെയും പുറത്താക്കിയതും ഷാർദുൽ താക്കൂർ തന്നെയാണ്. ക്യാപ്റ്റൻ പോയപ്പോൾ വന്ന റിങ്കു സിംഗിനെ കൂട്ടിപിടിച്ച് യുവതാരം അൻഗ്രിഷ് സ്കോർ ബോർഡ് തച്ചാലിപ്പിച്ചു. 29 ബോളിൽ 6 ഫോറും 2 സിക്സും ഉൾപ്പെടെ 51 റൺസ് നേടിയ രഘുവൻഷിയെ ഹർദിക് പുറത്താക്കി. തിലക് വർമ്മയ്ക്ക് ക്യാച്ച് നൽകിയായിരുന്നു മടക്കം. രഘുവൻഷി പുറത്താവുമ്പോൾ ടീം സ്കോർ 18.3 ഓവറിൽ 205 റൺസ് എത്തിയിരുന്നു. റിങ്കു സിംഗിന് ഇന്നിംഗ്സ് മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാൻ സാധിച്ചതോടെ സ്കോർ 20 ഓവറിൽ 220-ലെത്തി. KKR ബാറ്റ്സ്മാൻമാരുടെ മികച്ച പ്രകടനമാണ് വലിയ സ്കോറിൽ എത്തിച്ചത്. മുംബൈക്ക് വേണ്ടി ഷാർദുൽ താക്കൂർ 3 വിക്കറ്റും ഹർദിക് പാണ്ഡ്യ 1 വിക്കറ്റും നേടി. മറുപടി ബാറ്റിംഗിൽ 221 റൺസ് ചേസ് ചെയ്യാനിറങ്ങിയ മുംബൈ വാങ്കഡയിൽ അഴിഞ്ഞാടുകയായിരുന്നു. KKR എങ്ങനെ തുടങ്ങിയോ അതിന് ഡബിൾ സ്ട്രോങ്ങിൽ തന്നെ മുംബൈയും ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു മയത്തിലൊക്കെ തല്ലാമായിരുന്നു എന്ന് ഇടയ്ക്ക് തോന്നിപ്പോകുമായിരുന്നു. അടിച്ച് കലിപ്പ് തീർക്കുന്നത് വേറെ ആരുമല്ല, ഹിറ്റ്മാനും റിക്കൽട്ടനും കൂടിയാണ്. ബൗളർമാർക്ക് ഒരു ദാക്ഷിണ്യവും നൽകാതെ അടിയായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ KKR പ്ലേയേഴ്സ് ഗ്യാലറിയും ആകാശം നോക്കി നിൽപ്പായിരുന്നു. ഞാൻ പ്രീ മാച്ച് വീഡിയോയിൽ പറഞ്ഞതുപോലെ കൊൽക്കത്ത മുംബൈക്ക് ഒരു എതിരെയല്ല, അത് പണ്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 12-ാം ഓവറിൽ രോഹിത് 38 ബോളിൽ 78 റൺസ് അടിച്ച് പുറത്താകുമ്പോൾ മുംബൈ സ്കോർ 148 എത്തിയിരുന്നു. രോഹിത് ഔട്ടായത് വൈഭവ് അറോറയുടെ ബോളിൽ അനുകുൽ റോയ്ക്ക് ക്യാച്ച് നൽകിക്കൊണ്ടാണ്. രോഹിത് ഔട്ടായപ്പോൾ റിക്കൽട്ടൻ പതിയെ കളിക്കുമെന്ന് വിചാരിച്ച ആരാധകരെ ശരിക്കും ഞെട്ടിച്ച് സ്കോർ ഉയർത്തി. വൺ ഡൗൺ ആയ സ്കൈ 8 ബോളിൽ 16 റൺസുമായി കാർത്തിക് ത്യാഗിയുടെ ബോളിൽ പുറത്തായെങ്കിലും അവർ വിജയമുറപ്പിക്കാവുന്ന നിലയിലെത്തിയിരുന്നു. തുടർന്ന് അനുകുൽ റോയിയുടെ ഉഗ്രൻ ത്രോയിൽ റിക്കൽട്ടൻ 81 റണ്ണിൽ ഔട്ടായപ്പോൾ മുംബൈ വിജയതീരത്തെത്താറായി. ഹർദിക് പാണ്ഡ്യയും തിലകും കൂടെ കളി മുന്നോട്ട് നയിച്ചു. വിജയിക്കാൻ 6 റൺസ് വേണ്ടപ്പോൾ തിലകിനെ നരൻ പുറത്താക്കിയെങ്കിലും ഹർദിക്കും പിന്നീട് വന്ന നമൻദീറും കൂടി കളി വിജയിപ്പിച്ചു. തിലക് 14 ബോളിൽ 20 റൺസ് എടുത്തപ്പോൾ ഹർദിക് പാണ്ഡ്യ 11 ബോളിൽ 18 റൺസും എടുത്തു. ഒടുവിൽ മുംബൈക്ക് 5 ബോളിൽ ബാക്കി നിൽക്കെ 6 വിക്കറ്റ് കയ്യിലിരിക്കെ റെക്കോർഡ് ചേസിംഗ് വിജയം നേടാനായി. ഷാർദുൽ താക്കൂറാണ് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത്. മുംബൈയുടെ അടുത്ത മത്സരം ഏപ്രിൽ 4-ന് ഡൽഹിക്കെതിരെയും KKR-ന്റെ അടുത്ത മത്സരം ഏപ്രിൽ 2-ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയുമാണ്. കൂടുതൽ IPL വാർത്തകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.